ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മസാജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് ക്ലെൻസിങ് സ്ക്രബ് മസാജ് പറഞ്ഞായിരുന്നു. ഇനി അതിൽ ജെല്ല് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കും, അത് ഇന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ജെല്ല് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്ത ശേഷം അതിലേക്ക് അലോവര ഒരു സ്പൂൺ ഇട്ട ശേഷം മിക്സ് ചെയ്യുക. അലോവരയുടെ ജെല്ല് എടുക്കുക. ജെല്ലെടുത്ത് ഇത് രണ്ടും കൂടെ, അല്ലെങ്കിൽ അലോവര വീട്ടിലുള്ളവർ അതിൻ്റെ കറ്റാർവാഴയുടെ ജെല്ല് പോള നീക്കം ചെയ്ത ശേഷം അതൊന്ന് എടുക്കുക. നല്ലപോലെ കഴുകിയ ശേഷമേ ജെല്ലെടുക്കാവൂ. എടുത്ത് അതിലൊരു കറയുണ്ട്, അത് കഴുകിക്കളഞ്ഞ ശേഷം ആ ജെല്ലെടുക്കുക. പൾപ്പ് എടുത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റോളം മുഖത്ത് നല്ല രീതിക്ക് റൗണ്ട് മസാജ് കൊടുക്കുക. ഇങ്ങനെ ആദ്യം ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് കൊടുക്കുക, പിന്നെ കൈ മുറുക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. മുഖത്ത് എല്ലായിടത്തും മസാജ് കൊടുക്കുക. അപ്പോൾ അതാണ് നാലാമതായിട്ട് നമ്മൾ ജെല്ലിൻ്റെ കാര്യം പറഞ്ഞത്. ജെല്ല് ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും തേനും കടലമാവും കൂടെ ചേർന്ന ഒരു പാക്കാണ് നമ്മൾ മുഖത്തിടാനായിട്ട് പറയാൻ പോകുന്നത്. അതായത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കടലമാവ്, ജസ്റ്റ് ഒരു സ്പൂൺ ജ്യൂസ് എടുക്കുക. അതിലേക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും കടലമാവും എടുക്കുക. തേനും കൂടി ഇതിൽ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത ശേഷം ഈ മിശ്രിതം പാക്കായിട്ട് മുഖത്തിടുക. മുഖത്തിട്ട ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയുക. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാനിത് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കൂടി നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു അരിഷ്ടത്തിൻ്റെ പേരുകൂടി പറഞ്ഞുതരാം. നമുക്ക് അതായത് പേര് പോലെ തന്നെ നമുക്ക് ഫലം നൽകുന്ന ഒരു അരിഷ്ടമാണ്. കാരണം നമുക്ക് ഈ അരിഷ്ടം എന്ന് പറയുന്നത് നമ്മൾ അവശരായിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു അരിഷ്ടമാണ്. അതായത് മൃതസഞ്ജീവനി അരിഷ്ടം എന്ന് പറയും. ഇത് മിക്ക കടകളിലും കിട്ടുമെന്ന് അറിയത്തില്ലെങ്കിലും വലിയ കടകളിലെല്ലാം കിട്ടും. കാരണം ഈ അരിഷ്ടം എന്ന് പറയുന്നത് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് ഒരു സ്പൂൺ വീതം കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബലവും ശക്തിയും നമുക്ക് കുറച്ചുകൂടി ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു അരിഷ്ടമാണ്. അപ്പോൾ ഈ അരിഷ്ടം ഉണ്ടാവുന്ന എവിടെയെങ്കിലും തിരക്കിയ ശേഷം നിങ്ങൾ വാങ്ങിക്കുക. ഇത് എല്ലാ ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. അങ്ങാടിക്കടയിൽ കിട്ടുന്ന അരിഷ്ടമാണ് മൃതസഞ്ജീവനി അരിഷ്ടം. അപ്പം നിങ്ങളത് വാങ്ങിച്ച് രാവിലെയും രാത്രിയും 15 മുതൽ 20 മില്ലി വരെ അത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുക. മൃതസഞ്ജീവനി അരിഷ്ടം ബലക്കുറവ്, അതേപോലെ പുഷ്ടിയില്ലായ്മ, ശരീരത്തിനുള്ള അസ്വസ്ഥതകൾക്കെല്ലാം നല്ലതാണ്. അപ്പോൾ കഴിക്കാൻ അലർജിയൊന്നും ഇല്ലാത്തവർ വാങ്ങി കഴിക്കുക. അപ്പം നാളെ ഞാൻ പുതിയ ടിപ്സായിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ.